രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവൻ അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവൻ അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫാ യഹോവ, ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഓമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. ഗുരുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവം ഇല്ല. യഹൂരുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവം ഇല്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. തല്ലി തല്ലി നിലം തൊടിക്കാതെ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. നിലം തൊടാതെ അടിയ. സ്തോത്രം. ഈ സുവിശേഷത്തിന് എന്നും എവിടെയും അനുകൂലമായ ഒരു സാഹചര്യം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കിട്ടിയാൽ ആ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ നല്ലതെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ എപ്പോഴും സുവിശേഷത്തിന് കൂടുതലായിട്ടും കാണുന്നത് അനുകൂലമായ ഒരു സാഹചര്യമല്ല. സ്തോത്രം. കാരണം ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അവരെ ചിന്തിപ്പിക്കുന്ന നിലയിലേക്ക് ഒരു പ്രഭാഷണം കടന്നു ചെല്ലുമ്പോൾ ഏത് മനുഷ്യനെയും അവൻ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം മാറ്റേണ്ടിയിരിക്കുന്നു എന്നൊരു ചിന്താധാരയിലേക്ക് വരുമ്പോൾ ആ ഒരു വിഭാഗത്തിന് എപ്പോഴും ആൾനഷ്ടമുണ്ടാകും എന്നുള്ളത് കൊണ്ട്, എന്ന് പറഞ്ഞാൽ അണികൾ കുറയും എന്നുള്ളത് കൊണ്ട് കഴിവിന്റെ പരമാവധി എതിർത്ത് നിൽക്കാനുള്ളൊരു ടെൻഡൻസി അങ്ങനെയുള്ളവർക്കുണ്ട്. പൗലോസിന്റെ പ്രസംഗങ്ങളൊക്കെ ആമേസ്തോത്രം വളരെ കട്ടി കൂടിയ വാക്കുകൾ ഉപയോഗിച്ചുള്ള പ്രഭാഷണങ്ങളാണ്. മനുഷ്യനെ ചിന്തിപ്പിക്കുന്നവർക്ക്, അതായത് ചിന്തിക്കുന്നവർക്ക് അവരുടെ ചിന്തയ്ക്ക് ചൂടുപിടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളാണ് പൗലോസിന്റെ പ്രഭാഷണം. 21-ാം അധ്യായത്തിൽ അതുകൊണ്ട് തല്ലി തല്ലി അടിച്ച് നിലം തൊടാതെ പൊക്കിയെടുത്ത് കോട്ടയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക്, ആ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പടിക്കെട്ടിന്മേലെത്തി. പടിക്കെട്ടിന്മേൽ നിൽക്കുക പൗലോസ്. പടിക്കെട്ടിന്മേൽ നിന്ന് 2 വാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 2 വാക്ക് പറഞ്ഞാൽ 10 പേര് കേൾക്കുമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഈ അടിയുടെ ഇടയ്ക്ക് പൗലോസ് പറയുന്നുണ്ട്, പിന്നെ എനിക്ക് 2 വാക്ക് പറയാൻ, തല്ലിക്കോ 2 വാക്ക് പറയാൻ അവസരം തരുമോ? അന്നേരത്തേക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് യവന ഭാഷ അറിയാവോ? ഗ്രീക്ക് അറിയാവോ? ഗ്രീക്ക് അറിയാവോ നിനക്ക്? പൗലോസിന് ഗ്രീക്കോ? അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല സ്കോളറാണ് പൗലോസ്, അല്ലേ? ചില ആൾക്കാരുടെ ധാരണ ഒരു പണി അറിയത്തില്ലാത്തവന് ഉള്ള പണിയാ സുവിശേഷപരമല്ല. ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ഭാഷാ പരിജ്ഞാനം, ഇതൊക്കെ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ 2-3 ഭാഷ പഠിപ്പിക്കണം കേട്ടോ. അല്ലാണ്ട് ഈ മലയാളം തന്നെ. ഞാൻ ഈ ഭാഗത്തുനിന്ന് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാൾ ഈ വാക്ക് എനിക്ക് വായിച്ചു തന്നത് ഞാൻ നിങ്ങളെ അതുപോലെ വായിച്ചു കേൾപ്പിക്കാവേ. 36-ാമത്തെ വാക്ക് 21-36, പുരുഷാരത്തിന്റെ ബലാത്കാരം പേടിച്ചിട്ട് മലയാളികൾ അവനെ എടുക്കേണ്ടി വന്നു എന്നാണ് അന്നൊരു ചേച്ചി വായിച്ചു തന്നെ എനിക്ക്. പിന്നെയാണ് പടയാളികൾ എന്നാണുള്ളത് തിരിച്ചറിഞ്ഞത്. സ്തോത്രം. അപ്പം ഈ വാക്യങ്ങളൊക്കെ വായിക്കുകയും ഇത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധ നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ പൗലോസ് തല്ലിക്കൊണ്ട് വരിക,
തല്ലിക്കൊണ്ട് വരുന്ന വഴിക്കാണ് പൗലോസ് പറയുന്നത്, എനിക്ക് 2 വാക്ക് പറയണം. ഉടനെ ചോദിക്കുക, പിന്നെ ഭാഷ അറിയാവോ? ഭാഷ അറിയാം. നമ്മളോട് ചോദിക്കുക 2 വാക്ക് പറയണം എന്ന് നിങ്ങൾ പറയുക. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, ഭാഷ അറിയാവോ? തമിഴ് അറിയാവോ? കന്നഡ അറിയാവോ? തെലുങ്ക് വല്ല പിടിയുണ്ടോ? സ്വത്രം. നമുക്ക് ഈ ഭാഷ ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് കുറഞ്ഞ പക്ഷം തമിഴെങ്കിലും ഒന്ന് പഠിക്കാനേ. കന്നഡയെ പഠിച്ചു, തൊട്ടടുത്ത് കിടക്കുന്ന 2 സംസ്ഥാനം അതല്ലേ. ആ ഭാഷയെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മളും പഠിച്ചിരിക്കണം അത്യാവശ്യം. ഇംഗ്ലീഷ് ഭാഷ അറിയത്തില്ലാത്തത് ചുരുക്കം വരെ ഉള്ളൂ. ഞാനും പല സ്ഥലത്ത് ചെല്ലുമ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. പിന്നെ തമിഴ്, കന്നഡ ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ നമ്മുടെ അടുത്ത് കിടക്കുന്നതല്ലേ, തൊട്ടടുത്ത് കിടക്കുന്ന അയലോക്കംകാരോട് വർത്താനം പറയണ്ടേ. പിടികിട്ടിയോ? സ്തോത്രം. ചോദിക്കാം ഓരോരുത്തരോട്, ഭാഷ അറിയാമോ? ഭാഷ അറിയാമോ? പിന്നീട് പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ പിന്നെയും പടിക്കെട്ടിലോട്ട് എത്തുകയാണ്. ആളെ ഒരു പരുവത്തി പടിക്കെട്ടിലോട്ട് കൊണ്ടുവരിക. നിങ്ങൾ ആദ്യം പടിക്കെട്ട് കാണുന്നത് നമുക്ക് എവിടെയാണെന്നറിയോ? 21-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിലാണ് ആദ്യത്തെ പടിക്കെട്ട്. പടിക്കെട്ടിന്മേൽ ആയപ്പോൾ അവനെ കൊന്നുകളാക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവനെ തട്ടിയേക്കാൻ പറഞ്ഞു ആൾക്കാരെ പറയുക. ഇനി നിങ്ങൾ അതിന്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വന്നേ, 40-ാമത്തെ വാക്യം. അവൻ അനുവദിച്ചപ്പോൾ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് ഒരൊറ്റ പ്രസംഗമാണ്. സ്തോത്രം. ഒരു പ്രസംഗം, ജനത്തെ ചിന്തിപ്പിക്കുന്ന, ജനത്തെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം പടിക്കെട്ടിൽ മേൽ നിന്നുകൊണ്ട്. ഞാൻ എന്തിനാ രാവിലെ ഇത് പറയുന്നറിയോ? നിങ്ങൾ ഒരു പക്ഷേ ചീത്ത വിളിച്ച് കാണും, ഈ ജംഗ്ഷനിൽ ഇനി പ്രസംഗിച്ചേക്കരുത്. സ്തോത്രം. മറ്റൊരു ജംഗ്ഷനിൽ പ്രസംഗിക്കാമല്ലോ. പൗലോസിന് അനുവാദം കിട്ടി. സുരക്ഷാ ഭടന്മാരുടെ അനുമതിയോടെയാണ് അവിടെ പ്രസംഗിക്കുന്നത്, അല്ലേ? അങ്ങനെ നമ്മളുടെ ആ ഭാഗം അങ്ങനെ കാണുന്നത്. സുരക്ഷാ ഭടന്മാരുടെ അനുമതിയോടെ, അവരുടെ പ്രൊട്ടക്ഷനോടുകൂടി പ്രസംഗിക്കുന്ന, പടിക്കെട്ടിൽ നിന്ന് പ്രസംഗിക്കുന്ന പൗലോസ്. എന്ന് പറഞ്ഞാൽ 4 പേര് നിൽക്കുന്നിടത്ത്, 10 പേര് കൂടി നിൽക്കുന്നിടത്ത് പ്രസംഗിക്കാൻ തയ്യാറുള്ള ആള്, പാടാൻ തയ്യാറുള്ള ആള്. നമ്മുടെ ചില ആൾക്കാരുണ്ട്, കൺവെൻഷനൊക്കെ ഇപ്പൊ കണ്ടോ, കൺവെൻഷനെ കണ്ടോ, ഒരു പാട്ട് പാടാൻ പറഞ്ഞ എന്റെ പാട്ട് 4ാമത് ഇട്ടാ മതിയേ, എന്റെ പാട്ട് 5ാമത് ഇട്ടാ മതി. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു, ഞാൻ സ്വോത്രകാശിക്ക് പാടിക്കോളാം. എന്നാന്നറിയോ? 10 പേര് വരണല്ലോ, അവര് വന്നിട്ട് പാടാൻ നിൽക്കുന്ന ആൾക്കാർ. ആദ്യം പാടാൻ എവിടെ ആൾക്കാർ കുറവാ, അത്ര സമർപ്പണമുള്ളവർ ചുരുക്കുക. എന്റെ പാട്ട് 10 പേര് കേൾക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ്. അല്ലാതെ ഞാൻ പാടുമ്പോൾ ഒരു വ്യക്തിയും സൗഖ്യം പ്രാപിക്കണമെന്നോ, പരിശുദ്ധാത്മാവിന് അവൻ്റെ ഉള്ളിൽ വന്ന് അവൻ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടണം എന്നുള്ള ചിന്താഗതി ഒന്നും ചിലർക്കില്ല. എല്ലാവർക്കും, ചിലർക്കുണ്ട് കേട്ടോ, എല്ലാവർക്കും ഇല്ല. പൗലോസ് ശക്തമായൊരു പ്രഭാഷണം നടത്തുകയാണ്. അതാണ് 22-ാം അധ്യായത്തിൽ തുടങ്ങുന്നത്, അല്ലേ? എന്താ പ്രഭാഷണം? അത് യേശുക്രിസ്തുവിനെ കുറിച്ചും തന്നെ കുറിച്ചുമുള്ള ദൈവിക വെളിപ്പാടുകളെ കുറിച്ച് സംസാരിക്കുക. ഇന്ന് രാവിലെ നിങ്ങൾ പ്രസംഗം നിർത്തരുത് കേട്ടോ, പ്രസംഗം നിർത്തരുത്. ഈ വലിയ വലിയ മീറ്റിങ്ങുകൾ പ്രസംഗിക്കുന്നത് നല്ലതാണ്, തെറ്റൊന്നുമില്ല അതിനകത്ത്. പക്ഷെ അതിനേക്കാളും ഒരു പാപിയുടെ മാനസാന്തരത്തിന് നിങ്ങളുടെ ഒരു പ്രഭാഷണം ഉതകുന്നെങ്കിൽ അത് നല്ലതാണ്, അത് നല്ലതാണ്. ഇത് ശരിയല്ല, അത് ശരിയാന്ന് പറയുന്ന ആളല്ല ഞാൻ. എല്ലാം ശരിയാണ്. കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്ന സ്ഥലമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്ന സ്ഥലം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് പോയ ഞാൻ പ്രസംഗിച്ച ഒരു സ്ഥലത്ത് ഒരു റോഡിന്റെ വക്കിൽ നിന്നാണ് പ്രസംഗിച്ചത്. സത്യത്തിൽ ആ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെടുമെന്ന് ഞാൻ, ഒരു മനുഷ്യൻ, ആൾക്കാർ കേൾക്കുന്നുണ്ട്, ഒരാളെങ്കിലും മുമ്പോട്ട് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ആ സന്ദേശം നടത്തിയത്. പക്ഷെ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്ക് ID കാർഡ്, അവരുടെ ID കാർഡ് ഇങ്ങനെ കഴുത്തൊക്കെ എടുത്ത് കിട്ടിയിട്ടുണ്ട്, അവരുടെ യൂണിഫോം ഉണ്ട്, ഒരു കോട്ട കിട്ടിയിട്ടുണ്ട്. ഒരു മനുഷ്യനാണ് അദ്ദേഹം, ജോലിക്ക് പോവാ. അയാൾ അതിനിടയ്ക്ക് ഇറങ്ങി വന്നിട്ട് പ്രാർത്ഥിക്കാൻ മുമ്പ് നിൽക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബം തകർന്നിരിക്കുക, എൻ്റെ ജോലി പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത്,
ഞാൻ വലിയ പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുക, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ, എനിക്കൊരു ബൈബിൾ തരാമോ? അന്ന് ചോദിച്ചതാ. സ്തോത്രം. ദൈവം ഇതിലെ ഞാനും നിങ്ങളും എത്ര പഠിക്കട്ട് നമ്മുടെ മുമ്പിൽ കിട്ടി, എങ്ങനെ ഉപയോഗിച്ചു? നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു? ആ പഠിക്കട്ട് നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു? സ്തോത്രം. എങ്ങനെ ഉപയോഗിച്ചേ? നിങ്ങളുടെ സാമ്രാജ്യത്തെ കുറിച്ച് പറയാനാണോ ഉപയോഗിച്ചേ? അതോ നിങ്ങളുടെ എന്തെങ്കിലും സെറ്റപ്പ് പണിയുന്നതിനെ കുറിച്ച് പറയാനാണോ ഉപയോഗിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ പഠിക്കട്ട് നിങ്ങൾക്ക് വേസ്റ്റായി. ഇനി കിട്ടുന്ന ഒരു പഠിക്കട്ടും കളയരുത് കേട്ടോ, ഒരു പഠിക്കട്ടും കളയരുത്. അവിടെ നിന്ന് ആ പഠിക്കട്ടിൽ നിന്നുകൊണ്ട് തന്നെ ജനത്തെ അഭിമുഖീകരിക്കണം, ജനത്തോട് സംസാരിക്കണം. കറ തീർന്ന സുവിശേഷം, നിങ്ങളുടെ കൂടെ ആളെ ചേർക്കുന്ന സുവിശേഷം ആകരുത്. ഞങ്ങളുടെ ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ടെന്ന് പറയുന്നതാകരുത്. യേശുവിനെ പ്രസന്റ് ചെയ്യുന്നതായിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, പാസ്റ്ററെ എന്തുകൊണ്ടാണ് സഭ വളരാത്തത്, എന്തുകൊണ്ടാണ് ദേശത്ത് സുവിശേഷം നിറയാത്തത്? ഞാൻ പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തി ഫോളോ ചെയ്യാത്തത് കൊണ്ടാ കേട്ടോ. എല്ലാവരും അവനവന്റെ സഞ്ചിയിലോട്ട് ആൾക്കാരിഞ്ഞ് വരാൻ വേണ്ടി ഇങ്ങനെ പണിയാണ്. പക്ഷെ അപ്പോസ്തലന്മാർ അങ്ങനെയല്ലായിരുന്നു. അവര് സുവിശേഷം അറിയിച്ചു, ദൈവം രക്ഷിക്കപ്പെടുന്നവരെ സഭകളിലേക്ക് എത്തിച്ചു. നമ്മളിന്ന് സുവിശേഷം അറിയിക്കുന്നു, അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? ഞങ്ങളുടെ ഏത് കാലത്ത് പിന്നെ സുവിശേഷം എത്തും എല്ലായിടത്തും? സ്തോത്രം. ദാനിയേൽ ഉപദേശിച്ചത് അതുകൊണ്ടാണ് ആമേൻ അനേക ഇടങ്ങളിൽ കടന്നു ചെന്ന് ഒരു സംഘടനയും നോക്കാതെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയിലേക്ക് ചേർക്കണം. അതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അതുകൊണ്ടാണ് സംഘടനയ്ക്കൊന്നും ഞാൻ എതിരല്ല. നിങ്ങൾ സംഘടന ഉണ്ടാക്കുവോ, അതിനുവേണ്ടി ഓടി നടക്കുവോ ഒക്കെ ചെയ്തു, അതിനൊന്നും ഞാൻ എതിരല്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് നേരമില്ല, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറുമില്ല. എൻ്റെ ഒറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ, ഈ വർഷം 1,00,000 പേര് സുവിശേഷം കേൾക്കണം. സ്തോത്രം. അതിനുവേണ്ടിയുള്ള തത്രപ്പാടില്ല ഞാൻ, അല്ലാതെ വേറെ ഒരു പരിപാടിക്കുമല്ല. കാരണം 28 വർഷമായിട്ട് ഞാൻ സുവിശേഷ വേല ചെയ്യുക. 28 വർഷം കേട്ടോ, 1-2 വർഷമല്ല, 28 വർഷമായിട്ട് ഞാൻ സുവിശേഷ വേല ചെയ്യുക. 28 വർഷമായി ഈ ദൗത്യം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു മുഖവും നോക്കുന്നില്ല, ഒരാളുടെ പുറകെ പോകുന്നില്ല. സ്തോത്രം. വിശ്വസ്തയോടെ ദൈവമേൽപ്പിരിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിനിടയ്ക്ക് കാഹളം ധ്വനിക്കും. ഈ നാം എങ്ങനെ ചെയ്യുന്ന ശുശ്രൂഷകന്മാരെല്ലാം പറന്നു പോകും കേട്ടോ. ഇന്നും കാഹളം ധ്വനിച്ചില്ല, മഹാഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. ഓ ഞങ്ങളങ്ങ് പോകും. എങ്ങോട്ട് പോകാനാ? വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾക്കൊരു പുനർവിചിന്തനമാകട്ടെ. പഠിക്കട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ പുസ്തകം പരിചയപ്പെടുത്താൻ പോകരുത്. പഠിക്കട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ സ്തോത്രം അങ്ങനത്തെ പരിപാടിക്കൊന്നും നിന്നേക്കരുത്. പഠിക്കട്ട് കിട്ടുമ്പോഴേ സുവിശേഷം പ്രസംഗിച്ചോ. മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരോട് പറ, ഇന്നലെ വരെ കർത്താവ് വന്നില്ല, ദൈവം ഇതിൽ നിന്നെ ഓർത്താ വരാതിരുന്നത്, നീ ഒന്ന് നേരെ ചൊവ്വേ വരാൻ വേണ്ടി. അങ്ങനെ അവരുടെ പാപത്തെക്കുറിച്ച് അവരുടെ ഉള്ളത്തിൽ ഒരു ബോധം കൊടുത്താൽ ആ ഒറ്റ പ്രസംഗം മതി ഒരുപാട് പേര് കർത്താവിന്റെ സന്നിധി വരാൻ. ഞാൻ ഓരോ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ആളുകൾ കരയുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ കരയിച്ചതല്ല, ആത്മാശക്തി അവരുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തെ സംസാരിക്കാൻ തുടങ്ങി. ജനങ്ങൾ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയരെ ഇല്ലേ, നിങ്ങൾ പ്രസംഗിച്ചപ്പം ആ വ്യക്തി കരഞ്ഞ എന്തുകൊണ്ടെന്നറിയാം? പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തൊട്ടതുകൊണ്ടാണ്. ഇന്ന് രാവിലെ ദൈവത്തോട് പറയാം, കർത്താവേ എനിക്ക് കിട്ടിയ പഠിക്കട്ടല്ല ഞാൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചേ. ഇനി മുതൽ യഥാർത്ഥമായി ദൈവത്തെക്കുറിച്ച്, എൻ്റെ വിളിയെക്കുറിച്ച്, എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ഇനി ഞാൻ സംസാരിക്കും. പറയാമോ? തീരുമാനമെടുക്കാവോ? എന്നാൽ ഇന്ന് മുതൽ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ജനം പിടിപ്പിക്കപ്പെടാൻ തുടങ്ങും കേട്ടോ. നിങ്ങൾ
ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ വാക്താവായിട്ട് നിങ്ങൾ പ്രസംഗിക്കരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വാക്താവായിട്ട് പ്രസംഗിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ദൈവശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സ്തോത്രം. ഇല്ലേ, ഞങ്ങളുടെ ഇടയിൽ പ്രസംഗകരുണ്ടെന്നും പറഞ്ഞ് നടക്കാതെ ഉള്ളൂ. പ്രസംഗകർ ഒരുപാട് പേരുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നത് ചുരുക്കം പേരേ ഉള്ളൂ. രാവിലെ പടിക്കെട്ടിൽ നിൽക്കുന്ന പരിശുദ്ധാത്മപൂർണ്ണനാകാൻ ആഗ്രഹമുണ്ടോ? പ്രാർത്ഥിക്കാൻ പോവാം. കണ്ണടച്ചു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനിഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവുള്ള ഒരു പ്രഭാഷകനായി, പരിശുദ്ധാത്മാവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ദൂതുവാഹകനായി ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണമേ. അവരെ ഉപയോഗിക്കണമേ കർത്താവ്. ഈ അന്ത്യകാലത്ത് അവരെ ഉപയോഗിച്ചേ പറ്റൂ. ഈ 2024 ആത്മാവിന്റെ വാളുമായി ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ശക്തമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിപ്പാൻ കർത്താവരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഈ രാവിലെ സമയം ഞാൻ അവർക്ക് വേണ്ടി വീട്ടിൽ നിൽക്കുകയാണ്. ദൈവം ഉപയോഗിക്കണമേ. ഞാൻ ഹൃദയം തുറന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ഇവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ തീജ്വാല പോലെ പറക്കട്ടെ. ആമേൻ. ദൈവ അത്ഭുതങ്ങൾ ചെയ്യണമേ. ഒരു ഡെലിവറൻസ് ഇവരുടെ വാക്കിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യണം. പ്രാർത്ഥനയോട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, പിന്നെ ഈ പടിക്കെട്ട് വലിയ അപകടം പിടിച്ച സ്ഥല കേട്ടോ. പടിക്കെട്ട് വലിയ അപകടം പിടിച്ച സ്ഥല. കയറി നിൽക്കുമ്പം ഈ നമ്മളെയും കൂടെ നോക്കും ആൾക്കാർ. അതുകൊണ്ടാണ് പടിക്കെട്ടിലോട്ട് കയറി നിൽക്കുന്നത്. സൂക്ഷിച്ചു വേണേ. ഈ നിങ്ങൾ എത്ര വലിയ ആളായിക്കോട്ടെ, പടിക്കെട്ടി നിൽക്കുമ്പം ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിച്ചേക്കില്ല. പടിക്കെട്ടി നിൽക്കുന്നവര് ആരെ ഉന്തിയിടാൻ പോകരുത്. ചിലര് പുറകെ നിന്ന് പിടിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവര് വീഴുവാണ്. നീ തള്ളണ്ട. ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ഓർത്ത് നിങ്ങൾക്കൊരു വില നാട്ടുകാരും ഉപദേശിമാരൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്. അത് കളയരുത്. ഉന്തിക്കൊണ്ട് പോവുക. ചിലതൊക്കെ കാണുമ്പോൾ എനിക്കത് വീഡിയോ എടുത്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എടുത്തിട്ടില്ല. പിന്നെ ഭയങ്കര വിഷമം തോന്നുക. ഇവരൊക്കെ ഇത്രയും ആയിട്ടും ഈ ഉന്തിക്കൊണ്ട് പോയി തള്ളിയിടുന്നുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരാൾ ഉന്തി ഇട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആണോ? ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ആത്മപകർച്ച ഉണ്ടായി. ഭയങ്കര ആത്മപകർച്ച. ജനത്തിനിടയ്ക്ക് ഒരു വലിയ ആത്മപകർച്ച ഉണ്ടായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ താഴെ വീണു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന 2-3 പേര് ഓടിച്ചെന്ന് യേശുവിനെ പുറത്തു പോകുന്നു. ഞാനവിടെ ആത്മാവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവരെ മാറ്റി. തൊടണ്ടെന്ന് പറഞ്ഞു അയാളെ തൊടണ്ട. ഇല്ല പാസ്റ്റർ, അത് പൈശാചിക ശക്തിയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ മാറിക്കേ. അവനെവിടെ ഫ്രീ ആയിട്ട് ഇവിടെ അവിടെ കിടന്നുകൊണ്ട് അവൻ ആത്മനിറവിൽ അന്യഭാഷ സംസാരിക്കുക. കിടന്നുകൊണ്ട് ഇതൊന്നും പിടികിട്ടാത്ത കുറെ പേര് എന്ന് പറഞ്ഞെന്നറിയോ, അവന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവനവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവന്റെ ശരീരത്തിന്റെ കൺട്രോൾ അവൻ നഷ്ടപ്പെട്ട് അവൻ താഴെ കിടക്കുക. അവിടെ കിടന്നുകൊണ്ട് അവൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തിയും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും അറിയത്തില്ല. അത് കുറച്ചു പേര് എന്ന് പറയാം. പുറത്തു പോകാൻ ആരോടാ? ഇവന്റെ അകത്തുള്ള പരിശുദ്ധാത്മാവിനോട്. സോദരം, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ആ ചെറുപ്പക്കാരനടുത്ത് ചെന്നു. അതുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി, എന്തായിരുന്നു സംഭവിച്ചെന്താ പറഞ്ഞ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാത്മശക്തി എൻ്റെ ദേഹത്തേക്ക് വന്നു. എനിക്ക് പിടിച്ച് നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ പിടുത്തം വിട്ടുപോയി. ഞാൻ ഇതുവരെ അന്യഭാഷ പറയാത്ത ഒരുപാട് കാലം അന്യഭാഷയ്ക്ക് വേണ്ടി കാത്തിരുന്നൊരു മനുഷ്യനാണ്. എന്നെ ഞാൻ സംസാരിച്ചെന്നു എനിക്കറിയത്തില്ല. ആത്മനിറവിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ അന്യഭാഷ പറയാം. എന്നോട് അവൻ പറയുമ്പോഴും അവൻ അന്യഭാഷ പറയാം. കാരണം നിറഞ്ഞ് തുളുമ്പുന്ന അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയി. ഇത് കണ്ടിട്ടാണ് കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞത് അവന് ഭൂതമാണ്. അങ്ങനെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഉണ്ട്.
സ്തോത്രം. ബോധമുള്ളതുകൊണ്ട് ബോധമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ ആൾക്കാരെ പിടിച്ച് തള്ളണ്ട. നമുക്ക് ഈ വർഷം നമുക്ക് ഉന്തൽ നിർത്താം. ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ കൈവച്ചോ. ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ കൈവെക്കാതെ തന്നെ ആൾക്കാർ വീണോട്ടെ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സ്വത്രം. ആമേൻ. അങ്ങനെ ഒരു ചിന്താഗതിയിട്ട് വന്നേ. അങ്ങനെ വീഴട്ടെ, കൈവെക്കാതെ വീഴട്ടെ. നിങ്ങൾ കൈവച്ച ഉടനെ ഒരാൾ വീണെന്ന് പറയുമ്പോഴത്തേക്ക് 10 പേര് കണ്ടു, ഓ പാസ്റ്റർ കൈവച്ചപ്പോഴത്തേക്ക് എന്തൊരു ആത്മശക്തിയാ, അയാൾ താഴെ വീണു എന്ന് കേൾക്കാൻ വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു. ഞാൻ കൈവെക്കാതെ ആളുകൾ വീഴണം, ആത്മശക്തി ആൾക്കാർ കാണട്ടെ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഇന്ന് രാവിലെ നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരണം കേട്ടോ, മാറ്റം വരണം. സ്തോത്രം. ഞാൻ ഇനി ആരെയും പറഞ്ഞല്ലോ, ഞാൻ ആദ്യ ദിവസം പറഞ്ഞു ഞാൻ ആരെയും ഇനി വിമർശിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വിമർശിക്കാനൊന്നും എനിക്ക് നേരെയില്ല. പിന്നെ ഈ സന്ദേശം വന്നപ്പം ആ കൂടുതൽ അങ്ങ് പറഞ്ഞെന്നേ. ഈ വർഷം നമുക്ക് ആരെ ഉന്തിയിട്ടുണ്ട്. നിങ്ങൾ എത്ര ഹൈ പോസ്റ്റ് നിൽക്കുന്ന ആളായിക്കോട്ടെ, ഒരു മനുഷ്യനെ ഉന്തണ്ട. സ്തോത്രം. ശക്തമായി കർത്താവിന് നിൽക്കാം. കുറെ പേര് പിടിക്കാൻ വേണ്ടി പുറകില്ല. അതൊക്കെ കാണുമ്പോണ്ടല്ലോ, അയ്യോ എന്റെ കണ്ണു മുമ്പിലായി പോയില്ലേ. സ്തോത്രം. ഞാൻ പിന്നെ അതങ്ങ് ക്ഷമിക്കുക. ഞാനും ക്ഷമിക്കുക, പരിശുദ്ധാത്മാവും ക്ഷമിക്കുക കേട്ടോ. സ്തോത്രം. വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മളെ ആൾക്കാർ നോക്കും. പഠിക്കട്ടെ നിൽക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു പ്രാവശ്യം വൃത്തികേട് കാണിച്ചാൽ മതി. പിന്നെ ഈ ആൾക്കാരെല്ലാം നമ്മളെ കാണുക, അന്ന് ആ പഠിക്കട്ടി നിന്ന് കാണിച്ചത് ഇയാൾ തന്നെയാണല്ലോ എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സും വേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തു, അവിടെ കാര്യങ്ങൾ നടക്കും കേട്ടോ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.